എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് 1 കൊരിന്ത്യർ 7:31 കർത്താവിൻ്റെ വചനം. എന്താണ്? ഞാൻ വേറൊരു വചനം കുറിച്ച് ഓർത്തപ്പോഴാണ് നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഈ ധ്യാനത്തിന് അടയാളം കിട്ടണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെച്ചായിരുന്നു അല്ലേ? ഇതിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വെച്ച്. അപ്പോൾ ഞാൻ നിയോഗം വെച്ചത്, നിങ്ങളെ നിയോഗം വെക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളാണ് വെക്കേണ്ടത് അവിടെ ആ സമയത്ത്. അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പോകുന്ന ഉടമ്പടിയിൽ വെക്കേണ്ട നിയോഗങ്ങളാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ നിയോഗം വെച്ചത് ഈ ധ്യാനത്തിൽ കർത്താവ് സംസാരിക്കണമേ, ഞങ്ങൾക്ക് അടയാളങ്ങൾ നൽകണമേ എന്നാണ് ഞാൻ വെച്ചത്. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം എന്താണ്? രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഒരു 300 ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ചിലപ്പോൾ ഒരു 40,000 ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരാൾക്ക് ശൈത്യം, ഒരാൾക്ക് വർഷം, ഒരാൾക്ക് വേനൽ, അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അല്ലേ? ഒരു 40,000 ആൾക്കാർ ഉണ്ട് ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ 40,000 ആൾക്കാർക്കും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളാണ്. ചിലർക്ക് ഭയം, രോഗത്തിൻ്റെ ഭയം, ചിലർക്ക് കടത്തിൻ്റെ ഭയം, ചിലർക്ക് ഉത്കണ്ഠ, വിവാഹം ഒക്കുന്നില്ലല്ലോ, ജോലി കിട്ടുന്നില്ലല്ലോ, പരീക്ഷ തോറ്റു പോകുന്നല്ലോ എന്നുള്ള ഉത്കണ്ഠ, തോറ്റ പരീക്ഷയെക്കുറിച്ച് ചിലർക്ക് നിരാശ, ചിലർക്ക് ജോലി കിട്ടാത്തതിൻ്റെ ആകുലത, ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളാണ്. അതാണ് 1 കൊരിന്ത്യർ 7:31 ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇന്ന് ഉൾക്കണ്ടെങ്കിൽ നാളെ സന്തോഷം, മറ്റന്നാൾ പ്രത്യാശ, ഇങ്ങനെ പോകും. പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്കണ്ഠാകുലരായിരിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാഗ്രഹിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്, അല്ലാതെ പൗലോസിൻ്റെ ആഗ്രഹമല്ല. വചനം എഴുതുമ്പോഴേ നമുക്കറിയാമല്ല, പൗലോസൊക്കെ ഒരു ചോക്ക് മാത്രമാണ് എഴുതുന്നത്. ആരാ? അധ്യാപകനായ പരിശുദ്ധാത്മാവാണ് എഴുതുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ് എന്താണ്? വാട്ടെവർ മേ ബി ദ പ്രസൻറ്റ് സിറ്റുവേഷൻ, യു മസ്റ്റ് നോട്ട് ഗെറ്റ് ആങ്ഷ്യസ്. എന്താണ് സിറ്റുവേഷൻ എങ്കിലും നിങ്ങൾ ആങ്ഷ്യസ് ആകരുത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ആത്മാവിൻ്റെ അന്തഃപ്രേരണ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യവും അതിന്റെ കാലാവസ്ഥയോ എന്ത് തന്നെയായാലും ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ എന്തെല്ലാം സാഹചര്യങ്ങളാണെങ്കിലും അതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറയുന്നത് ഒരു ആശയപരമായ ഒരു ഗിമിക്കൊന്നുമല്ല. അത് നിങ്ങൾ അതിൽ വളരെ പ്രായോഗികമായി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടത് എവിടെയാണ്? അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കർത്താവ് അന്നും ഇതുപോലെ ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് അമ്മ ഈ സിൽവർ ഗ്രേയിൽ സമയഘടികാരം ചാർത്തി, നെഞ്ചിൽ ചാർത്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ അന്ന് മുതൽ ഈ അൾത്താറയിലെ 10,000 മനുഷ്യർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തെ കണ്ട് ഇറ്റ് ഇസ് എ പ്രൂവഡ് ഫോറം. ഒരു ദൈവം തൻ്റെ അടയാളങ്ങൾ സ്ഥിരീകരിച്ച ഒരു വേദിയിലാണ് നമ്മളായിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ.
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ഒരു പ്രത്യാശയുടെ മുഖതാവിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. കടമായാലും രോഗമായാലും ക്യാൻസർ 4th സ്റ്റേജ് ആയാലും ബിൽഡ്രൂവിന് ഓവറായി കരളിപ്പോൾ വളരെ മോശം കണ്ടീഷനായാലും നിങ്ങളോട് അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. എന്താണ്? നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് 1 തെസ്സലോനിക്കർ 5:16 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം 5:16 ഏറ്റു പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതായത് സന്തോഷത്തോടെ ഇരുന്നില്ലേ ഒരു കുഴപ്പമുണ്ട്. അപ്പം പൗലോസിലൂടെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിങ്ങൾ ഏത് കാലാവസ്ഥയിലും രോഗത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ ആകുലരാകരുത് എന്ന് പറഞ്ഞത് ആരാണ്? പൗലോസിലൂടെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ ആരാധനയിലൊക്കെ ഇരിക്കുമ്പോൾ ആ വിഷയം ഒന്ന് നിങ്ങൾ കടങ്ങളല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. കടങ്ങൾ 1 കോടി 2 കോടി കടങ്ങൾ 3 കോടി 4 കോടി കടങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഒറ്റ പ്രാർത്ഥന കൊണ്ട് ലിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ പോലെ ലക്ഷങ്ങൾ കടമല്ല, കോടികൾ കടമുള്ളവർ ഈ ഉടമ്പടി പ്രാർത്ഥന കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ലിഫ്റ്റ് ചെയ്യണത് നമുക്ക് സാക്ഷ്യമായി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരാൾ 30 ലക്ഷം രൂപ തന്നു. 30 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങളവർക്ക് എന്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും കാശ് കൊടുത്തു തന്നു? ഞാൻ വാങ്ങിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി തന്നതാണ്. കാര്യം ഞാൻ ഇത് കൂടാതെ ഇത് നമ്മുടെ സ്പിരിച്വൽ മിഷൻ കൃപാസനം തുടങ്ങിയ കാലത്ത് സ്പിരിച്വൽ മിഷൻ അതായത് 1992 ഇത് സ്ഥാപിക്കുമ്പോൾ കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊരു ധ്യാന കേന്ദ്രമായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു അമ്മ എൻ്റെ ഉള്ളിൽ തന്നത്. വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്നാണ് ഇത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92. അപ്പോൾ സാംസ്കാരിക വേദിയാണിത്, അതേസമയം തന്നെ ആത്മീയ വേദിയാണ്. വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, കുടുംബ സുസ്ഥിതിയുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം ഈ കാലങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. ഒക്കിയുടെ കാലാവസ്ഥ ഡിഫറൻസ് വന്നില്ലേ ഇവിടെ? അപ്പോൾ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നില്ലേ, ക്ലൈമറ്റ് ഡിഫറൻസ്. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഇടികുടുങ്ങിയൊക്കെ കൊണ്ടിരിക്കണല്ലേ, ഇതൊന്നും ഇടികുടുങ്ങുന്ന സമയമല്ലല്ലോ. അപ്പോഴേ ഇതിൻ്റെ ഭാഗമായിട്ട് ഒക്കിയിൽ 72 പേര് ഒക്കി കൊടുങ്കാറ്റിൽ കാണാതെ പോയായിരുന്നു. ഇവരെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല, അവരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ശാസ്ത്രവും ഇത്രയും ജനാധിപത്യമൊക്കെ വളർന്നൊരു കാലത്ത് മനുഷ്യനിങ്ങനെ കാണാതെ പോയി എന്നൊരവസ്ഥ ഒരു ഭീഷണമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ ഹൈക്കോടതി പോയി, പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതി പോയി. ഈ വിഷയം മാത്രമല്ല, കൊച്ചി തുറമുഖത്തിനെതിരെ കേസ് കൊടുത്ത്. എന്താ കാര്യത്തിൽ? ഞാൻ തുറമുഖം വല്ലാർപാടൻ ടെർമിനൽ വന്നതിന് ശേഷമാണ് കടലോരം ഇത്രയും രൂക്ഷമായത്. അവിടെ ആഴപ്പെടുത്തുന്നതനുസരിച്ച് കൊണ്ട് അവരെ ഡിഗ് ചെയ്ത് ആഴപ്പെടുത്തുന്നതനുസരിച്ച് കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാകുകയും അത് കറങ്ങിത്തിരിഞ്ഞ് വന്ന് തീരം തുരന്നുകൊണ്ട് പോവുകയും ചെയ്യും. ആ കൊണ്ടുപോയ തീരം കൊണ്ടുപോയി കൊച്ചി തുറമുഖത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു ദ്വീപ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഇവിടുന്ന് തുറന്നുകൊണ്ട് പോയ തീരം പിന്നീട് വെയിലിറക്ക സമയത്ത് വീണ്ടും പോർട്ടിൽ ചെന്ന് അടിയുകയും അവിടുന്ന് റിലയൻസിൻ്റെ കപ്പൽ വന്ന് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോയി പുറംകടലിടുകയും അവിടെ വേറെ ഒരു ദ്വീപ് ഉണ്ടാകുകയും ചെയ്തു. ഇതെല്ലാം കടലോരത്തെ ഗ്രാമങ്ങളാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് പോസിറ്റീവായിട്ട് അംഗീകരിച്ചിട്ട് വെർഡിക്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം അല്ലത്, അത് സാമൂഹ്യമാണ്. എന്താ, ഇത് ആദ്യകാലം മുതലുണ്ടായിരുന്ന മിഷനാണ് സാമൂഹ്യ ഉണർവ്, സാമൂഹ്യ ജാഗ്രത. ഇതുപോലെ സാംസ്കാരിക ജാഗ്രതയുണ്ട്.
അത് സഭയുടെ സംസ്കാര കലാപകൃതങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പുത്തമ്പാനം, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, എണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം, ഇങ്ങനെ 9ഓളം കലാരൂപങ്ങൾ മണ്ണടഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അമ്മ അന്ന് പറഞ്ഞതാണ്. അന്ന് തൊട്ട് അതിന് വേണ്ടി കൂടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു ഫ്ലോ സ്കൂൾ ചെയ്യാവുന്നതുണ്ട്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് കടലോരത്ത്. എറണാകുളത്തിൻ്റെയും ആലപ്പുഴയുടെയും ജില്ലയുടെ അതിർത്തിയിൽ ഒരു കേരള കോസ്റ്റൽ ഫ്ലോ സ്കൂള്. അപ്പോൾ അതിൻ്റെ അകത്ത്, ആ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളെ ഒന്ന് മാറ്റി താമസിപ്പിക്കാനാണ് ഞാൻ ഈ 30 ലക്ഷം രൂപ എനിക്ക് തന്നത്. അത് വെറുതെ തന്നതല്ല. ഞാനൊരു സ്ഥലത്ത് പോയിരുന്ന് പ്രയാസത്തിൻ്റെ ഒരു കാലത്ത് 6 ദിവസം അടുപ്പിച്ച് ജപമാല ചൊല്ലിയപ്പോൾ ആ ഹോട്ടൽ വിറ്റുപോയി. അയാൾക്ക് 3-4 കോടി കടം ഉണ്ടായിരുന്നു. 4 കോടി കടത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോവിഡ് വന്ന്, അപ്പോൾ ഞാൻ ക്വാറൻറ്റൈനിൽ പോയതാണ്. ക്വാറൻറ്റൈൻ ചെന്ന് ആ ഹോട്ടലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹോട്ടൽ ആ 6 ദിവസം കൊണ്ട് വിറ്റുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 12 കൊല്ലമായിട്ട് വിറ്റുപോകാത്ത ഹോട്ടലാണ്. അത് വിറ്റുപോയപ്പോൾ എന്നോട് ചോദിച്ച് അച്ഛന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ആളെ ഒന്ന് മാറ്റി താമസിക്കണം. ഭർത്താവിന് 70 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 65 വയസ്സുണ്ട്, ഒരു മകനുണ്ട്. എങ്കിലും ആ പ്രായമുള്ള മനുഷ്യനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള മുഖം മുഴുവൻ കൊടുക്കണം. നല്ല ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഒക്കെ നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, വാർത്ത വീട് വെച്ച് കൊടുക്കണം. പിന്നെ അയാൾക്ക് അത് കഴിഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം, വേറെ സ്ഥലം വാങ്ങിക്കണം. അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് മണി കൊടുക്കണം, 5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം. കാര്യം ഇപ്പോൾ എനിക്ക് അങ്കലാപ്പില്ലല്ലോ. 70 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ അയാൾക്ക് അങ്കലാപ്പില്ല. നല്ല വീട്ടിൽ താമസിക്കാൻ അയാൾക്ക് നല്ല റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു. അപ്പം തന്നെ മേടിച്ചു, റോഡ് സൈഡിൽ തന്നെ വാങ്ങിച്ചു. അപ്പം തന്നെ വീടിന് നിശ്ചയമായി വീടിനെ ഏൽപ്പിക്കാനുള്ള കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചു. ഇനി അത് തീരുമ്പോൾ 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഈ നടക്കുന്ന പ്രോജക്റ്റുകളെല്ലാം ചുമ്മാ ഒരു ഉടമ്പടിയിലും ജപമാലയും തീരണതാണ്. ഇതാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. അതായത് 12 കൊല്ലമായി ഹോട്ടൽ വിൽക്കണില്ല. അതിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 40,000 രൂപ വെച്ച് വരും ഒരു മാസം. ഏറ്റവും കുറഞ്ഞ പലിശയാണ്. ഓടിയായ കാരണം പലിശ കുറവാണ്. അയാൾ ബിസിനസ് മാൻ ആയത് കാരണം പലിശ കുറവാണ്. അപ്പോൾ എങ്കിലും ഇത് തന്നെ കൂടി കൊടുക്കണക്കിന് രൂപ പലിശയായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിനും തീരുമാനം ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. എന്താ കാര്യം? നീ ദൈവത്തിൻ്റെ തിരുസന്നിധി ഇരിക്കണം. എന്നെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അങ്ങേര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിനെല്ലാം എന്ത് വിഷയമായാലും ചീഞ്ഞ കേസായാലും ഈ ആധ്യാത്മികയുടെ അടിസ്ഥാനത്തിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് നിത്യം ആരാധന നടത്തുന്ന ഈ ആധ്യാത്മികത, ഉടമ്പടി ആധ്യാത്മികത അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതകാര്യത്തിന് തീരുമാനം ഉണ്ടാകും. ഇന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും. അത് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം ഈ വിശ്വാസം മാത്രം പ്രയോഗിക്കുന്ന കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളോർക്കും വിശ്വാസമല്ലേ എല്ലാം? വിശ്വാസം ഒരു പുല്ലുമല്ല. നമ്മളൊക്കെ പരസ്യം വരെ കേട്ടില്ല, വിശ്വാസമല്ലേ എല്ലാം. വിശ്വാസം ഒരു പുല്ലുമല്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പണി മേടിക്കും. വിശ്വാസം കൊണ്ട് ഹെവി ഡ്യൂട്ടി എടുക്കാൻ വലിയ പാടാണ്. വിശ്വാസമല്ല വിഷയം. ഉടമ്പടി വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വസ്തതയാണ്. ഫിഡലിറ്റി, ഫെയ്ത്ത് അല്ല, ഫിഡലിറ്റി. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ABCD വിശ്വാസിയായിട്ടിരിക്കും. അങ്ങനെ മരിക്കുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളൊക്കെ നടന്ന് മരിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മറിയത്തിൻ്റെ ആധ്യാത്മികത എന്താ പറയണത്? ഇപ്പോൾ 1:49 ശ്രുതികട്ടെ,
ലുക്ക 1:49. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വായിച്ചോളൂ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:49. ഏറ്റു പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കൈയടിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മരിയൻ സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണത് മേജർ പ്രോജക്റ്റാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല കൊച്ചു പനി മാറി അങ്ങനെയല്ല സംഭവങ്ങളല്ല. പരീക്ഷ ജയിച്ചു അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല. മരിയൻ സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യേണ്ടത് മേജർ പ്രോജക്റ്റാണ്. അതാണ് ലുക്ക 1:49 പറയുന്നത്. എന്താണ്? ശക്തനായവൻ. പറഞ്ഞേ, അപ്പം ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, മരിയൻ കൺസെപ്റ്റ് എന്താണ്? ഗോഡ് ഈസ് ഓൾ പവർഫുൾ, ശക്തനാണ് അല്ലേ, ഓംനിപൊട്ടൻറ്റ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള മരിയൻ കൺസെപ്റ്റ് അതാണ് ഒരു വിശ്വാസിയുടെ, ഒരു ഉടമ്പടി വിശ്വാസിയുടെ കൺസെപ്റ്റ് അതാണ്. എന്താണ്? ഗോഡ് ഈസ് ഓംനിപൊട്ടൻറ്റ്, ശക്തനായവനാണ്. ശക്തനായവൻ എന്താ ചെയ്യണത്? വലിയ കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ കാര്യങ്ങൾ എന്ന് നിൻ്റെ മനസ്സിൽ വന്നാൽ ഉടനെ നീ പറയണം, ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവനിലാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ലോജിക്ക് അതാണ്. ഒരു വലിയ കാര്യം നിനക്ക് ഉണ്ടായാൽ അപ്പം തന്നെ നിനക്ക് മനസ്സിലാകാമല്ലോ അത് നീ ചെയ്യേണ്ട കാര്യമല്ലെന്ന്, ഇല്ലേ? നമുക്കൊരു വലിയ കാര്യം വന്നു, അപ്പോൾ വലിയ കാര്യം വരുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകാം ഇത് ചെയ്യേണ്ടത് ഞാനല്ല. ഒരു സിമ്പിളല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായി. 5 മെയ് 5 സാക്ഷ്യം. അപ്പോൾ ആലപ്പുഴ ഒരു മൈക്കിൾ ജോൺ, തത്തമ്പള്ളി, ആലപ്പുഴ ടൗണിലാണ്, തത്തമ്പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ മൈക്കിൾ ജോൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അയാൾക്ക് 50 വയസ്സ് കാണുമായിരിക്കും. അയാളുടെ സാക്ഷ്യത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹിഡിനെസ്സൊക്കെ തോന്നിയപ്പോഴേ 2020 അദ്ദേഹം പോയി ചെക്കപ്പ് നടത്തി. 2020 പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ്, ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവാണ് എന്ന് പറഞ്ഞു. പമ്പിങ് വളരെ മോശമായ രീതി കുറവാണ്, എന്നുവെച്ചാൽ 40 ഉള്ളൂ കൗണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്വാസം മുട്ടലുണ്ടാവും, അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ പിന്നെ എന്താണ് പോംവഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമാണ്, കൃപാസനം അടച്ചു പോയെന്ന്. സങ്കടമാണ് അദ്ദേഹത്തിന്. ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഒരു നിമിഷങ്ങളിൽ ചെന്ന് എത്തിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഓർത്തത് കൃപാസനത്തെക്കുറിച്ചാണ്. പക്ഷേ കൃപാസനം അന്ന് അടച്ചു പോയെന്ന്. എന്താ കാര്യം? കോവിഡ് ആയത് കാരണം ഗവൺമെൻറ് അടപ്പിച്ചില്ലേ വന്ന്, അപ്പം അതുകൊണ്ട് അടച്ചു പോയി. പക്ഷേ എന്നിട്ട് പിന്നെ അദ്ദേഹം പറയണേ, അടച്ചു പോയെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയത് വലിയ ആശ്വാസമായി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെന്ന്. ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടിയുടെ. അതായത് അമ്മ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എവരിത്തിങ്. എന്തെല്ലാം വിഷയമാണ് നമ്മുടെ മനുഷ്യർക്ക് ഉള്ളത്, അവരെ ആരെല്ലാം വിശ്വാസത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥത ചെയ്യുന്നു, ആ ശക്തനായവൻ്റെ മധ്യസ്ഥയിൽ ആശ്രയിക്കുന്നു, അതെല്ലാം വലിയ കാര്യങ്ങൾ അമ്മ ചെയ്യും, അത് മധ്യസ്ഥത്തിലെ. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇയാൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ സർവൈവിങ് കിട്ടി. ആ 40 ഡിഗ്രി ആണെങ്കിലും കൗണ്ടേ ഉള്ളെങ്കിലും സർവൈവിങ് കിട്ടി, നിലനിൽപ്പ് കിട്ടി. നിലനിൽപ്പ് വലിയൊരു കാര്യമാണേ. ഇപ്പം ഞാനിവിടെ കിഡ്നി രോഗികളെല്ലാം പ്രാർത്ഥിക്കും. എനിക്ക് എന്താ കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കണത്? ക്രിയാറ്റിൻ ബ്ലോക്ക് ചെയ്യാനും പ്രാർത്ഥിക്കുന്നതാണത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയാറ്റിൻ കുറഞ്ഞ് അതിൻ്റെ ഫിൽട്ടറിങ് കപ്പാസിറ്റി, അതായത് പ്രാർത്ഥിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, 2 കിഡ്നിയെ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് എത്ര പേരാണ് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തന്നെ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. ഞാനിവിടെ ഇവിടെ തൈലമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച കാര്യം ടെൻഷനായിരുന്നു. ഇടവകയും നോക്കണം, ഇതും നോക്കണം, ഓട്ടോ ആണ്, പലത്. നീ പറഞ്ഞാൽ എന്തെല്ലാം തരം മിഷനാണ്. കർത്താവ് തന്ന എല്ലാ മിഷനോടും ഞാൻ സന്തോഷത്തോടെ യേസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പലയിടത്തും ഞാൻ ഞെരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പ്രഷർ വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ക്രിയാറ്റിൻ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം?
പ്രാർത്ഥിച്ച് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യും. എല്ലാത്തിനെയും എന്ത് വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ച് ഹൃദയമായാലും ഹാർട്ടായാലും ബിൽഡ്രൂവിനായാലും കരളായാലും പ്രാർത്ഥിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താ കാര്യം? നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്താണ്? ദൈവം സമസ്തവും. 1 കൊരിന്ത്യർ 15:26 എന്താ പറയണത്? ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അതിനകത്ത് എല്ലാം ഉണ്ട്. 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും. എന്ന് പറഞ്ഞേ. ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ വചനം പറഞ്ഞ നിങ്ങള് ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴ് 27 ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:27 1 കൊരിന്ത്യർ 15:27 വായിച്ചോളൂ. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. അതായത് ചങ്കായാലും കരളായാലും കിഡ്നിയായാലും ജപ്തിയായാലും നോട്ടീസായാലും കേസായാലും കടമായാലും സമസ്തവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സമസ്തവും. ആ ഒരു ബോധം ഉണ്ടാകണം. യേശു ആകുന്ന ഒറ്റ നാമത്തിൻ്റെ താഴെയാണ് ദൈവം സമസ്തമാക്കി തീർത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിന് ഇല്ലാതിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സമസ്തം വരത്തില്ലായിരുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യാതിരുന്നെങ്കിൽ ഈ സമസ്തമൊന്നും കൊണ്ടും വരത്തില്ല. എന്താ കാര്യം? ദൈവത്തിന് വേദനയില്ലല്ലോ. അപ്പം സമസ്തം പറയാൻ പറ്റത്തില്ല. മനുഷ്യന് വേദന മാത്രമല്ലേ ഉള്ളൂ. ഈ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ഉദ്ദേശം എന്താണ്? പാപമൊന്നുമല്ല. പാപം ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഇതാണ്. പക്ഷേ മനുഷ്യനോട് സാരൂപ്യപ്പെടുക, മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കുക, അതിൻ്റെ പേരിലാണ് ദൈവം മനുഷ്യനായി. അതല്ലേ അവൻ നമ്മുടെ വേദനകളാണ് ചുമന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലേ? 53:7 ഐസയ. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഐസയ 53:7 വായിച്ചോളൂ. യേശുവേ ആരാധന അവൻ ആരാധന. മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അതായത് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ അതിക്രമങ്ങളും എല്ലാം അവൻ ഒരു കുരിശായി മുൾക്കിരീടമായി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോഴാണ് സമസ്തത്തിൻ്റെ എന്നിട്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമസ്തം വരണത്. അതിൻ്റെ തന്നെ ക്യാൻസറും എല്ലാ സംഭവവും വരണത്. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തിനും പരിഹാരം ആരാണ്? യേശുവാണ്. അതാണ് യേശു എല്ലാമാണെന്ന് പൗലോസ് പറയണത്. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞേ. കൊളോസ്യൻസ് 3:11 യേശുക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ യേശുക്രിസ്തു എല്ലാം ആകണം എപ്പോഴാണ്? അവൻ മനുഷ്യപ്രകൃതി എടുത്തതിന് ശേഷം മനുഷ്യൻ്റെ വേദന അവൻ സ്വയം ഏറ്റെടുത്ത് അതിന് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ മരണം പ്രാപിച്ചതിന് ശേഷം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴാണ് വേദനയും രോഗവും എല്ലാ ക്ലേശങ്ങളും എല്ലാം അവൻ്റെ നാമത്തിൻ്റെ കീഴിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഭൂസ്വലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം എല്ലാ നാമങ്ങളെക്കാൾ
ഉന്നതമായ നാമമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നടപടി 3:6 നടപടി 3:6 നടപടി 3:6 നടപടി 3:6 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നും വെള്ളിയും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. ഞാൻ നിനക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, കർത്താവായ യേശുവിന്റെ നാമത്തിലെ, കർത്താവായ യേശുവിന്റെ നാമത്തിലെ ഞാൻ എഴുന്നേറ്റ് നടക്കും. ഞാൻ ഈശോയുടെ നാമത്തിലെ പ്രഖ്യാപിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കും. പൊന്നില്ലെങ്കിലും വെള്ളിയില്ലെങ്കിലും ഞാൻ ക്ഷീണിതനാണെങ്കിലും ഞാൻ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പ്രഖ്യാപിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ യേശുവിൻ്റെ നാമം കർത്താവിൻ്റെ ഉത്ഥാനത്തോടു കൂടി വലിയ നാമമായി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും. കൊളോസ്യസ് 3:11 എന്താ വായിച്ചത്? അവൻ യേശു എല്ലാമാണ്, പിന്നെന്താ എല്ലാവരിലുമാണ്, അല്ലേ? ഇൻക്ലൂഡിങ് നോൺ ക്രിസ്ത്യൻസ്. അല്ല, ക്രിസ്ത്യൻസിൻ്റെ മാത്രമല്ല. അതുകൊണ്ട് ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ക്രൈസ്തവരല്ല കൂടുതൽ ആൾക്കാർ സാക്ഷ്യം പറയണത്. എന്താ കാര്യം? യേശു എല്ലാവരിലുമാണ്, എല്ലാമാണ്. എല്ലാവരും അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ. പിന്നെ IELTS, MOH, അതും എല്ലാ പരിപാടിയും അതിൻ്റെ അകത്തുണ്ട്. നിൻ്റെ തലപിരിപ്പിനും ക്യാൻസർ, നിൻ്റെ നിത്യജീവൻ ആണല്ലോ ഏറ്റവും അവസാനം. അതുവരെ എല്ലാമാണ്. യേശുക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരിലുമാണ്. അപ്പൊ ഈ എല്ലാവരിലും ആയത് എങ്ങനെയാണ്? അവൻ്റെ മനുഷ്യാവതാരത്തോടെയും കുരിശുമരണത്തോടെയുമാണ് അവൻ എല്ലാവരുടേതും ആയത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മലാഖ അമ്മയോട് പറഞ്ഞത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞിട്ട് വിജാതിയർ അവന് പ്രത്യാശ വെക്കും എന്ന് പറയുമ്പോഴേ ശെമയോൻ്റെ കയ്യിൽ ഈശോയെ കൊടുക്കും, ഉണ്ണീശോനെ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. അപ്പം ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കണമല്ല. ലൂക്ക 2:30 ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. രക്ഷ. അപ്പം ഇതിനെല്ലാം കൂടി ഒറ്റ നാമമാണ് പറഞ്ഞത്. അനുഗ്രഹം നമുക്ക് വേണ്ടതൊക്കെയാണ് വേണ്ടത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം. അതിനെല്ലാം കൂടി ഒറ്റ വാക്കാണ് പറയണത്. എന്താണ്? രക്ഷ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഇപ്പം ക്രിസ്തുവിൻ്റെ ഈ സമഗ്രമായിട്ടുള്ള വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും ഇറസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രെയർ ഇൻ്റർസെഷനാണ് മെരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാതാവിനെ എന്തുകൊണ്ടാണ് വൈ വി പ്രൊമോട്ട് മേരി? വേറെ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എല്ലാ കാലങ്ങളിലും ഉടമ്പടി ഉണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും നോഹിൻ്റെ കാലത്ത് ഉടമ്പടി ഇല്ലായിരുന്നു. നോഹൻ ദൈവമായിട്ട് ഉടമ്പടി ഇല്ല ചെയ്തത്. അതല്ലേ നമ്മുടെ തിരിപച്ചതിരിയായിട്ടിരിക്കണേ. നമ്മുടെ ഉടമ്പടി തിരിപച്ചതിരിയാകാൻ കാര്യം എന്താണ്? നോഹിനോട് ഉടമ്പടി ചെയ്ത് പ്രളയം കഴിഞ്ഞപ്പോഴേ, പ്രളയം കഴിഞ്ഞില്ലേ, ആ സമയത്ത് എല്ലാം ചീഞ്ഞു പോയില്ലേ, ചത്ത ചീഞ്ഞു പോയില്ലേ. ഇപ്പോൾ രണ്ടാമത് ദൈവം ഇത് റിസ്റ്റോർ ചെയ്യണ സമയത്ത് ഒരു വാക്ക് മോസസിനോട്, നോഹിനോട് പറയും. എന്താണ്? ഐ വിൽ റിസ്റ്റോർ, ഐ വിൽ ഗിവ് യു ദ ഗ്രീനറി. അതായത് പച്ച പുതച്ച ഭൂമി നിനക്ക് അവകാശമായി നൽകും. അപ്പോഴേ ഈ പച്ച വീണ്ടും ഒരു റിസ്റ്റോറിങ്ങിൻ്റെ, ഇപ്പം നിൻ്റെ കടം വന്നു, നിനക്ക് രോഗം വന്നു, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇതെല്ലാം റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഉടമ്പടി പുതിയ പരിപാടിയൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഉടമ്പടിയുടെ അപ്ഡേഷൻ എന്താ വന്നിരിക്കുന്നത്? അമ്മമാതാവ് ഹൃദയ ഘടികാരവുമായി നെഞ്ചത്ത് ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നപ്പോൾ
2015 അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴേ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ആ ഉടമ്പടിക്കുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഉടമ്പടിയിലേക്കാളും ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണ്? മരിയൻ ഉടമ്പടി. ഇപ്പം നോഹിൻ്റെ ഉടമ്പടിയാണ്, എബ്രഹാത്തിൻ്റെ ഉടമ്പടിയാണ്, മോസസിൻ്റെ ഉടമ്പടിയാണ്. യേശുവിൻ്റെ ഉടമ്പടി കൂട്ടണ്ട കാര്യം. അത് ഈ നമ്മൾ പറഞ്ഞ കഞ്ഞിക്കപ്പ ILTS പരിപാടിക്കൊന്നുള്ളതല്ല. അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ് കുർബാന. അത് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലാതെ മനുഷ്യന്മാരുമായിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉടമ്പടിയും അതിന് കുറച്ച് കാലതാമസം വന്നു പോകുന്നുണ്ട്. മരിയൻ ഉടമ്പടി കാലതാമസം വരാത്ത ഇതാണ് അപ്ഡേഷൻ. ഉടമ്പടി വന്ന അപ്ഡേഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ? എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തത് എന്താണ് ചെയ്തിരിക്കുന്നത്? നിനക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകും. അതാണ്